ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 26-ാമത്തെ ദശകമാണ് അർത്ഥവിചാരം ചെയ്യുവാനുള്ളത്. 26-ാമത്തെ ദശകം എന്ന് പറയുന്നത് ഗജേന്ദ്രമോക്ഷമാണ്. നമ്മൾ 25-ാമത്തെ ദശകത്തിൽ നമുക്ക് തന്ന പ്രഹ്ലാദൻ കാണിച്ചു തന്ന ഏറ്റവും വലിയൊരു സന്ദേശം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ആപത്തുകൾ വന്നോട്ടെ അതിനെയൊക്കെ തരണം ചെയ്യുവാൻ ഭഗവാനിങ്കലുള്ള ഉറച്ച ഭക്തി ഒന്നുകൊണ്ട് തന്നെ കഴിയുമെന്ന് കാണിച്ചു തരികയായിരുന്നു. അതിന് തൻ്റെ ജീവിതം തന്നെയായിരുന്നു അതിന് ഉത്തമ ദൃഷ്ടാന്തമായിട്ട് പ്രഹ്ലാദൻ്റെ കഥ നമുക്ക് കാണിച്ചു തന്നത്. അതിൻ്റെ ഒരു തുടർച്ചയാണ് അല്ലെങ്കിൽ അതേ സന്ദേശം, ആ ഒരു സന്ദേശത്തിനെ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്നതാണ് ഈ ഒരു ഗജേന്ദ്രമോക്ഷം കഥ എന്ന് നമുക്ക് കാണാം. എന്താപത്ത് വന്നാലും ഭഗവാനിങ്കലുള്ള ഭക്തി കൈവിടാതെ ഇരുന്നാൽ അത് ഈ ജന്മത്തിൽ നിന്നും അടുത്ത ജന്മത്തിലേക്കും പിന്നീടുള്ള ജന്മജന്മാന്തരങ്ങളിലേക്കും വഹിച്ചുകൊണ്ട് പോകുന്ന ഈ ഒരു സംസ്കാരം, ആധ്യാത്മികമായ സംസ്കാരം, ജന്മം കൊള്ളുന്നത് ഏത് കുലത്തിലായിക്കോട്ടെ, ഏത് വർഗത്തിലായിക്കോട്ടെ, ഏത് രൂപത്തിലായിക്കോട്ടെ, മനുഷ്യനായാലും പക്ഷിയായാലും മൃഗമായാലും വൃക്ഷങ്ങളായാൽ പോലും ഈ ഒരു സംസ്കാരം ജന്മജന്മാന്തരങ്ങളായി ഈ ഒരു പ്രാണൻ വഹിച്ചുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ ഏത് ജന്മം എടുത്താലും അവിടെയൊക്കെ ഈ ഒരു സംസ്കാരം, ഈ ഭഗവാനിങ്കലുള്ള ഈ ഒരു ദൃഢമായ ഭക്തി ഉറപ്പായും നമ്മളെ രക്ഷിക്കും. ഈ ജന്മത്തിൽ മാത്രമല്ല, എത്ര ജന്മങ്ങൾ എടുക്കേണ്ടി വന്നാലും ഭഗവാനിങ്കലുള്ള ഭക്തി നമ്മളെ രക്ഷിക്കും എന്ന് കാണിച്ചു തരുന്നതാണ് ഈ ഒരു കഥ. ഗജേന്ദ്ര മോക്ഷം എന്ന് പറയുന്ന ഈ കഥ. ഈ ദശകത്തിൻ്റെ ട്യൂണ് ഏവമാണ്. 6-ാമത്തെ ദശകത്തിൻ്റെ ട്യൂൺ ഏവം. നമുക്ക് ആദ്യത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. ദശകം 26 ഗജേന്ദ്രമോക്ഷം. ഇന്ദ്രദ്യുമ്നഃ പാണ്ഡ്യഖണ്ഡാധിരാജസ്ത്വദ്ഭക്താത്മാ ചന്ദനാദ്രൗ കദാചിൽ ത്വൽസേവായാം മഗ്നധീരാലുലോകേ നൈവാഗസ്ത്യം പ്രാപ്തമാദിത്യകാമം. ഇന്ദ്രദ്യുമ്നൻ എന്ന പാണ്ഡ്യഖണ്ഡാധിരാജസ്ത്വദ്ഭക്താത്മാ ചന്ദനാദ്രൗ. ഇവിടെ പാണ്ഡ്യഖണ്ഡാധിരാജഃ ത്വദ്ഭക്താത്മാ ചന്ദനാദ്രൗ. ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് പാണ്ഡ്യഖണ്ഡാധിരാജസ്ത്വദ്ഭക്താത്മാ ചന്ദനാദ്രൗ. പാണ്ഡ്യഖണ്ഡാധിരാജ, പാണ്ഡ്യഖണ്ഡത്തിലെ, പാണ്ഡ്യദേശത്തിലെ രാജാവായിരുന്ന ഇന്ദ്രദ്യുമ്നൻ എന്ന രാജാവ്, ത്വദ്ഭക്താത്മാ, അവിടുത്തെ ആ ഇന്ദ്രദ്യുമ്നൻ എന്ന രാജാവിൻ്റെ വിശേഷണമാണ് ത്വദ്ഭക്താത്മാ. അങ്ങയുടെ ഭക്തനായിരുന്നു, അങ്ങയുടെ വലിയൊരു ഭക്തനായിരുന്നു ആ ഇന്ദ്രദ്യുമ്നൻ എന്ന രാജാവ്. ചന്ദനാദ്രൗ, അദ്രി എന്ന് പറഞ്ഞാൽ പർവ്വതം. ചന്ദനാദ്രൗ, മലയപർവ്വതത്തിൽ. അപ്പോൾ ഒരു കഥയിലൂടെയാണ് തുടങ്ങുന്നത്. ഭഗവാന്റെ അടുത്ത ലീല നമുക്കറിയാം. ഭഗവാന്റെ എല്ലാ ലീലകളും എങ്ങനെയാണ്? കഥകളിലൂടെയാണ് കടന്നു പോകുന്നത്. ആ കഥകളിലൊക്കെ ഭഗവാന്റെ ഭക്തരിലൂടെയാണ് നമുക്ക് ഭഗവാന്റെ മഹാത്മ്യം പറഞ്ഞു തരുന്നത്, ഭഗവാന്റെ മഹത്വം പറഞ്ഞു തരുന്നത്. എങ്ങനെയാവണം, എങ്ങനെയാവരുതെന്ന് ഭഗവാന്റെ ഭക്തരിലൂടെ മാത്രമല്ല അഭക്തരിലൂടെയും നമുക്ക് പല കഥകളും പറഞ്ഞു തരുന്നത് നമുക്ക് കാണാം.
അതിനുദാഹരണമാണ് ഹിരണ്യകശിപു. എങ്ങനെയാകരുത് എന്ന് കാണിച്ചു തരുന്നുണ്ട്. അതേ കഥയിൽ എങ്ങനെയാകണമെന്ന് പ്രഹ്ലാദനിലൂടെ കാണിച്ചു തന്നു. ഇവിടെ അങ്ങയുടെ ഭക്തനായിരുന്നു, വലിയൊരു ഭക്തനായിരുന്നു പാണ്ഡ്യദേശത്തിലെ ഇന്ദ്രദ്യുമ്നൻ എന്ന് പറയുന്ന രാജാവ്. ആ രാജാവ് ഒരിക്കലും മലയപർവ്വതത്തിൽ കഥാചിൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും മലയപർവ്വതത്തിൽ, ചന്ദനാദ്രവ് എന്ന് പറഞ്ഞാൽ മലയപർവ്വതത്തിൽ ത്വൽസേവായാം, അങ്ങയുടെ സേവയിൽ മഗ്നധീരാലുലോകെ, മഗ്നധീഹി ആലുലോകെ, ഇങ്ങനെ 2 വാക്കുകളാണ് അവിടെ വരുന്നത്. മഗ്നധീഹി, ധീ എന്ന് പറഞ്ഞാൽ ബുദ്ധി. മഗ്നധീഹി, അങ്ങയുടെ സേവ, നിമഗ്നനായിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ സേവയിൽ മുഴുകിയിരുന്ന സമയത്ത് ആലുലോകെ, ആലുലോകെ എന്ന് പറഞ്ഞാൽ കാണുക. പക്ഷെ ഇവിടെ അടുത്ത വാക്ക് വരുന്നുണ്ട് നൈവാഗസ്ത്യം. ന ഏവ അഗസ്ത്യമാണ് നൈവാഗസ്ത്യം. അപ്പോൾ ന ആലുലോകെ, കണ്ടില്ല. ഏവ അഗസ്ത്യം, ഏവ എന്ന് പറഞ്ഞാൽ തീർത്തും കണ്ടതേയില്ല. ആരെ? അഗസ്ത്യം. അഗസ്ത്യ മഹർഷി അവിടെ വന്നത് ഈ ഇന്ദ്രദ്യുമ്നൻ എന്ന് പറയുന്ന രാജാവ് അറിഞ്ഞതേയില്ല എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കൂ, ഭഗവാന്റെ സേവയിൽ എത്രമാത്രം മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ടായിരുന്നു ആ ഭഗവത് പൂജ ചെയ്തിരുന്നത്. നമുക്കൊക്കെ 10 നിമിഷം നാമം ജപിക്കാനിരിക്കുമ്പോൾ എത്രയോ പ്രാവശ്യം മനസ്സ് വിട്ടുപോകുന്നു. അപ്പോൾ എത്ര വലിയ ഭക്തനായിരുന്നു ഈ ഇന്ദ്രദ്യുമ്നൻ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത് ആ ഭക്തി എത്രമാത്രം ഉറച്ച ഭക്തിയായിരുന്നു, ഭഗവാനെങ്കിൽ എത്രമാത്രം ദാസ്യഭാവത്തിൽ വർത്തിച്ചിരുന്ന ആളായിരുന്നു, സമർപ്പിത ഭാവത്തിൽ, സമർപ്പണ ഭാവമുള്ള ആളായിരുന്നു ഇന്ദ്രദ്യുമ്നൻ എന്ന രാജാവ് എന്ന് നമുക്ക് ഈ ഒരൊറ്റ ശ്ലോകം കൊണ്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. കാരണം അത്രമാത്രം മനസ്സിനെ അവിടെ അർപ്പിച്ചുകൊണ്ട് അതിൽ ആ ഭഗവത് സേവയിൽ മുഴുകിയിരുന്നത് കൊണ്ട് അഗസ്ത്യ മഹർഷി അവിടെ വന്നത് അറിഞ്ഞതേയില്ല. നൈവാഗസ്ത്യം പ്രാപ്തം ആതിഥ്യകാമം, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് പ്രാപ്തമാതിഥ്യകാമം. പ്രാപ്തം എന്ന് പറഞ്ഞാൽ പ്രാപിച്ചത് അഥവാ അവിടെ എത്തിച്ചേർന്നത്. അഗസ്ത്യ മഹർഷി എന്തിനാ അവിടെ എത്തിച്ചേർന്നതെന്ന് ചോദിച്ചാൽ ആതിഥ്യകാമം, അതിഥ്യ സൽക്കാരമൊക്കെ. കാമം എന്ന് പറഞ്ഞാൽ മോഹം. അതിഥ്യ സൽക്കാരം ആഗ്രഹിച്ചുകൊണ്ടാണ് അവിടെ ആരെത്തിച്ചേരുന്നത്? അഗസ്ത്യ മഹർഷി എത്തിച്ചേരുന്നത്. പക്ഷെ ഇവിടെ ഇന്ദ്രദ്യുമ്നൻ എന്ന് പറയുന്ന ഈ രാജാവ് അവിടുത്തെ സേവയിൽ അത്രമാത്രം ഏകാഗ്ര മനസ്സോടുകൂടി, സമർപ്പിത ബുദ്ധിയോടുകൂടി അവിടുത്തെ സേവ ചെയ്തുകൊണ്ടിരുന്ന, പൂജ ചെയ്തുകൊണ്ടിരുന്ന ഈ ഇന്ദ്രദ്യുമ്നൻ എന്ന രാജാവ് പക്ഷേ ഇതൊന്നും അറിഞ്ഞതേയില്ല. നോക്കൂ, നമ്മൾ സാധാരണ മഹർഷിമാരെക്കുറിച്ച് അവരാഗ്രഹങ്ങൾക്ക് അതീതരാണ്, സദാ ഈശ്വര സേവ മാത്രമാണ് അവരുടെ ലക്ഷ്യം എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഇവിടെ അതിഥ്യ സൽക്കാരം മോഹിച്ചെത്തിയ അഗസ്ത്യ മഹർഷി എന്ന് പറയുകയുണ്ടായി. അതിന് കാരണം ചില സംഭവങ്ങൾ നടക്കേണ്ട സമയത്ത് നടന്നേ മതിയാവൂ. അതൊക്കെ ഈശ്വര നിശ്ചയമാണ്. നമ്മൾ ഭഗവത് ഭക്തരായിട്ട് ആ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നോക്കൂ, ഇവിടെ ഇന്ദ്രദ്യുമ്നൻ എന്ന രാജാവ് അത്രമാത്രം കോൺസെൻട്രേറ്റഡ് ആയിട്ടിരുന്നു കൊണ്ട്, ഭഗവാനെങ്കിൽ മാത്രം മനസ്സിനെ അർപ്പിച്ചിരുന്നത് കൊണ്ട് തൻ്റെ ചുറ്റിനുമുള്ള ലോകമൊക്കെ മറന്നാണ് ഇരിക്കുന്നത്. അവിടെ താനും ഭഗവാനും മാത്രമേ ഉള്ളൂ തൻ്റെ ആ ഒരു ലോകത്തിൽ. നമ്മൾ മനസ്സുകൊണ്ട് പൂജ ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ഭഗവാനെ വിചാരം ചെയ്യുമ്പോഴാണ് ചുറ്റിനുമുള്ള ലോകങ്ങളെയൊക്കെ അറിയുന്നത്. മനസ്സിൻ്റെ ഉപരിതലത്തിലേക്ക് കടന്നാൽ അവിടെ ആ തലത്തിൽ ഭഗവാനെ സേവ ചെയ്യുന്ന ഒരാളിന് താനും ഭഗവാനും മാത്രമേ ഉള്ളൂ. അവിടെ തൻ്റെ ചുറ്റിനുമുള്ള ലോകത്തെ ഒന്നും അറിയുന്നതേ ഉണ്ടാവില്ല. ഇവിടെ അത്രമാത്രം ഭഗവത് ഭക്തനായിരുന്ന ഇന്ദ്രദ്യുമ്നൻ എന്ന രാജാവ് ഭഗവത് സേവയിൽ മുഴുകിയിരിക്കുമ്പോൾ
ഇങ്ങനെയൊരു ആഗ്രഹത്തോടു കൂടി അവിടെ അഗസ്ത്യ മഹർഷി എത്തിച്ചേർന്നത് അതും ഭഗവാനെ അവിടുത്തെ സങ്കല്പമായിരുന്നു, അവിടുത്തെ നിശ്ചയമായിരുന്നു. ചിലതൊക്കെ അതാത് സമയങ്ങളിൽ നടക്കുന്നതിനായിക്കൊണ്ട് ഭഗവാൻ ചിലരെയൊക്കെ നിമിത്തങ്ങളാക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ നോക്കിയാലും നമുക്ക് കാണാം. ചില കാര്യങ്ങൾ ചില സന്ദർഭങ്ങളിൽ നടക്കുന്നതിന് വേണ്ടി പലതിനെയും നിമിത്തങ്ങളാക്കാറുണ്ട്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, നമുക്കൊക്കെ ദുഃഖം, ഏറ്റവും അതിയായ ദുഃഖം വരുമ്പോഴാണ് ഏറ്റവും നല്ല ഭക്തന്മാരായിട്ട് നമ്മൾ മാറുന്നത്. ചിലരൊക്കെ അതേ തലത്തിൽ ആ ഭക്തി എത്രമാത്രം ഉറച്ചതായിരുന്നു ആ സമയത്ത്, കുറേയൊക്കെയെങ്കിലും ആ ഒരു തലം നിലനിർത്തിക്കൊണ്ട് പോകും. അഥവാ വീണ്ടും ഭക്തിയിൽ നിന്നും പൂർണ്ണമായും വിട്ടുപോവുകയില്ല. അപ്പോൾ ആ ഭക്തിയുടെ അത്രമാത്രം ഉന്നതമായ തലങ്ങളിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടി നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ വലിയ ദുഃഖങ്ങൾ ഭഗവാൻ തന്നുവെന്നിരിക്കാം. ആ ദുഃഖങ്ങൾക്ക് പലതും നിമിത്തങ്ങളായി എന്നും ഇരിക്കാം. അതൊക്കെ ഈശ്വര നിശ്ചയമാണ്. കാരണം ആ സമയത്ത് ഈ ലോകവിഷയങ്ങൾക്ക് പിന്നാലെ പോകുന്ന നമ്മുടെ ഈ മനസ്സിനെ ലൗകികമായ ഈ തലത്തിൽ നിന്നും കുറച്ചുകൂടി ഉയർന്ന ആ ഒരു ആത്മീയ തലത്തിൽ നമ്മളെ എത്തിക്കുന്നതിന് വേണ്ടി നമുക്ക് ഭഗവാൻ നിശ്ചയിച്ചതാണ് ആ സമയത്ത് അങ്ങനെയുള്ള ദുഃഖങ്ങൾ. പലപ്പോഴും അതിൽ നമുക്ക് കർത്തൃത്വമൊന്നും ഉണ്ടാവുകയില്ല. നമ്മൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്തിട്ടോ പറഞ്ഞിട്ടോ ഒന്നും ആവില്ല നമ്മളിലേക്ക് ഈ ദുഃഖങ്ങളൊക്കെ എത്തിച്ചേരുന്നത്. അതൊക്കെ ഈശ്വര നിശ്ചയമാണ്. ഇവിടെയും അതുപോലെ ഭഗവാന്റെ ഒരു നിശ്ചയം പോലെ അവിടേക്ക് അഗസ്ത്യ മഹർഷി എത്തിച്ചേരുകയാണ്. നമ്മൾ മുൻപും 11ാമത്തെ ദശകത്തിൽ കണ്ടിരുന്നു, ഇനിയും പലപ്പോഴും വരുന്നുണ്ട്. ഇവിടെ ശ്രീമേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ഇതിൽ പല കഥാപാത്രങ്ങളെ കൊണ്ട് നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. സർവം ഭവത്പ്രേരണയൈവ നൂനം, നടക്കുന്നതെല്ലാം ഭഗവാനെ അവിടുത്തെ പ്രേരണ കൊണ്ടാണ്, അവിടുത്തെ നിശ്ചയം കൊണ്ടാണ് പലതും പ്രവർത്തിക്കുന്നതും പറയുന്നതുമൊക്കെ. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഇന്ദ്രദ്യുമ്ന പാണ്ഡ്യഖണ്ഡാധിരാജസ്ത്വത്ഭക്താത്മാ ചന്ദനാദ്രൗ കദാചിൽ ത്വൽസേവായാം മഗ്നധീരാലുലോകേ നൈവാഗസ്ത്യം പ്രാപ്തമാദിത്യകാമം. ഈ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഇന്ദ്രദ്യുമ്ന, അവിടെ ഒരു വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ പാണ്ഡ്യഖണ്ഡാധിരാജസ്ത്വത്ഭക്താത്മാ ചന്ദനാദ്രൗ, കഴിയുന്നതും അതത്രയും ചേർത്ത് തന്നെ വായിക്കുക. ഇനിയും അഥവാ ചേർത്ത് വായിക്കാൻ പറ്റുന്നില്ല എങ്കിൽ പാണ്ഡ്യഖണ്ഡാധിരാജ, അവിടെ ഒരു വിസർഗം കൊടുത്ത് പകുതി ഹകാരത്തിൽ നിർത്തിയിട്ട് ത്വത്ഭക്താത്മാ ചന്ദനാദ്രൗ എന്ന്, ഇത് തുടക്കക്കാർക്ക് വേണ്ടി മാത്രം പറഞ്ഞു തരുന്നതാണ്. കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കാൻ ശ്രമിക്കുക. പിന്നെ അടുത്തത് മഗ്നധീരാലുലോകെ, ആലുലോകയാണ്, അവിടെ രായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക. അതുപോലെ പ്രാപ്തമാദിത്യകാമം, പ്രാപ്തം ആദിത്യകാമമാണ്. ഇത് ഇത്തരം കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കുവാനായിട്ടുള്ളത്. നമ്മൾ ഇപ്പോൾ പറഞ്ഞു, പലതും നടക്കുന്നതൊക്കെ ഈശ്വര നിശ്ചയമാണ്. അതൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഭഗവാന്റെ ഭക്തരെ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടാണ്, ആത്മീയമായിട്ട് ഉന്നതങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിന് മറ്റൊരു ഉദാഹരണമാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. അർജുനനെ അത്രമാത്രം വിഷാദം കൊണ്ട് തളർത്തി ഇരുത്തിയതും ഭഗവാന്റെ ലീലയായിരുന്നു. നോക്കൂ, അർജുനൻ അറിയാൻ വയ്യാത്തതായിരുന്നില്ല ഇങ്ങനെയുള്ള ഈ ഒരു യുദ്ധത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. ധാരാളം കുട്ടികൾ അച്ഛനില്ലാത്തതാവും, ധാരാളം സ്ത്രീകൾ വിധവകളാവും. താൻ ഏറ്റുമുട്ടേണ്ടത് തൻ്റെ തന്നെ ബന്ധുക്കളോടാണ്,
തൻ്റെ തന്നെ ഗുരുക്കന്മാരോടാണ്, തൻ്റെ തന്നെ പിതാമഹന്മാരോടാണ്. ഇതൊക്കെ നന്നായി അറിയാവുന്ന അർജുനൻ ഇതിനൊക്കെ ശേഷം തന്നെയാണ് യുദ്ധത്തിന് പുറപ്പെട്ടതും. പക്ഷെ ആ ഒരു നിമിഷം ഭഗവാൻ അവിടെ തളർത്തിയിരുത്തിയെങ്കിൽ അർജുനൻ എന്ന തൻ്റെ പ്രിയ സുഹൃത്തിനെ, പ്രിയ ഭക്തനെ ഭഗവാൻ അത്രമേൽ ഇഷ്ടമായിരുന്നത് കൊണ്ടാണ്. മറ്റാരും തളർന്നിരുന്നില്ല. യുധിഷ്ഠിര മഹാരാജാവ് പോലും തൻ്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന തൻ്റെ ബന്ധുക്കളെ, പിതാമഹനെ, ഗുരുക്കന്മാരെയൊക്കെ വധിക്കുന്നതിൽ ധർമ്മം നന്നായി അറിയാവുന്ന ധർമ്മപുത്രർക്ക് പോലും ആ ഒരു വേവലാതി ഉണ്ടായില്ല. പക്ഷെ ഇവിടെ അർജുനനാകട്ടെ ആ രഥത്തിൽ തളർന്നിരുന്നുവെങ്കിൽ ഭഗവാനെ അവിടുന്ന് സമയം നിശ്ചയിച്ചിരിക്കുന്നു. കാരണം അത്രമാത്രം ദുഃഖത്താൽ തളർന്നു പോകുന്ന, അവിടെ അർജുനൻ പറയുന്നു, എൻ്റെ ശരീരമാകെ വിറയ്ക്കുന്നു, എനിക്ക് ഗാണ്ഡീവം കയ്യിലേന്താൻ കഴിയില്ല, എൻ്റെ ത്വക്കൊക്കെ ആകെ വരണ്ടുണങ്ങി വലിയുന്നു, അത്രമാത്രം ഞാൻ തളർന്നു പോകുന്നു, എനിക്കാവില്ല എന്ന് പറഞ്ഞ് ആ രീതിയിലേക്ക് തളർത്തിയിരുത്തിയ അർജുനന് ഭഗവാൻ കൊടുത്തത് ഏറ്റവും ഉത്തമമായ ഔഷധമായിരുന്നു. ഭഗവത്ഗീത എന്ന ഉത്തമമായ ഔഷധം. ഇതുപോലെയാണ് ഭഗവാൻ ഓരോ ലീലയും ആടുന്നത്. ഭഗവാൻ തൻ്റെ ഭക്തനെ തളർത്തുന്നുണ്ടെങ്കിൽ അത് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഭഗവാന് ഭക്തനോട് അതിയായ കാരുണ്യമുള്ള ഭക്തന്മാരെ മാത്രമാണ് പലപ്പോഴും സങ്കടങ്ങളിൽ പെടുത്താറുള്ളത്. നമ്മൾ നോക്കൂ, അഭക്തരായിട്ടുള്ളവരൊക്കെ അങ്ങനെ മതിച്ചു നടക്കാറുണ്ട്. സമ്പത്തിൻ്റെ, സ്ഥാനമാനങ്ങളുടെ ഒക്കെ പേരിൽ മതിച്ചു നടക്കുമ്പോൾ, അല്ലെങ്കിൽ ആൾബലത്തിൻ്റെ പേരിൽ മതിച്ചു നടക്കുമ്പോൾ ഭഗവാൻ അവരെയൊക്കെ കണ്ടില്ലെന്നടിക്കും. പക്ഷെ തൻ്റെ പ്രിയ ഭക്തനെ ഇതുപോലെയുള്ള സങ്കടങ്ങളിലൂടെ ഭഗവാൻ സദാ അനുനിമിഷം ഉയർത്തിക്കൊണ്ടാണിരിക്കുന്നത്. തന്നോടങ്ങോട്ട് കൂടുതൽ അടുപ്പിച്ചുകൊണ്ടാണിരിക്കുന്നത്. ഇവിടെയും ആ ഇന്ദ്രദ്യുമ്നൻ എന്ന ആ രാജാവിൽ കാരുണ്യം ചൊരിയുന്നതിന് ഭഗവാൻ കണ്ടുപിടിച്ചൊരു വഴിയായിരുന്നു അഗസ്ത്യൻ എന്ന മഹർഷി. ഇനി നമുക്ക് ആ കഥയുടെ അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം. 2-ാമത്തെ ശ്ലോകം നോക്കാം. 2-ാമത്തെ ശ്ലോകം നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.